മുതലാളി ഷിയാമി എത്തിയോ? എത്തി. എടാ ബില്ലൊക്കെ പാസ്സായോ? പാസ്സായി. മത്തായിയുടെ വീട് പഠിക്കുള്ള അഡ്വാൻസ് കിട്ടിയോ? കിട്ടി. കിട്ടിയോ? നമ്മൾ പുതുതായി പണിത വീടിന് വേണം മേനോൻ സാറില്ലേ, അയാളും ഗൾഫിൽ നിന്ന് എത്തി. അപ്പൊ ആ ബാലൻസ് ഓർഡർ കിട്ടും. കിട്ടുന്നല്ല മുതലാളി, കിട്ടി. കിട്ടിയോ? ആ വീട് തകർന്നു വീണു. എനിക്കുള്ള അഡ്വാൻസ് കിട്ടി. മുതലാളിക്കുള്ള അഡ്വാൻസ് തരാനായിട്ട് കുറച്ച് ആൾക്കാർ വന്നതാ. അയ്യോ, ഒളിഞ്ഞു വീണ ഇയാളുടെ കെട്ടിടം നിനക്ക് എപ്പോ ശരിയാക്കി കൊടുക്കാൻ പറ്റും? ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങാം. ഞാൻ ഉറപ്പ് തരിക. ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെ പണി തുടങ്ങാന്ന മുതലാളി പറയണത്? നാട്ടുകാരെ പറ്റിക്കണ പോലെ പോലീസുകാരെ പറ്റിക്കാൻ പറ്റുമോ? എന്താടാ ഒരു രഹസ്യം പറച്ചില്ലേ? അല്ല, ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കായിരുന്നു. എടാ രാമൻകുട്ടി, 10-20 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യ എന്റെ വീടിന്റെ പണി നീ തീർത്ത് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. മനസ്സറേ, ഒരാഴ്ച, ഒരൊറ്റ ആഴ്ച, അതിനുള്ളിൽ ഞാൻ വീട് പണി തുടങ്ങിക്കോളാം. ഒരാഴ്ചക്കുള്ളിൽ പണി തീർത്ത് കൊടുക്കണം. വെറുതെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. ഇല്ല. ആ പൊയ്ക്കോ. ആ നീങ്ങൊന്നേ. മുതലാളിനെ വിളിക്കണ മുതലാളിയല്ല നീ. നിന്നെയാ? എന്താണ് നിന്റെ പേര്? ഷിയാമി. എവിടാ നിന്റെ വീട്? ആ ശരി പൊയ്ക്കോ. ആ പോടാ.